നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം മാർക്കറ്റിലെ പ്രധാന ലെവലുകളിൽ കാണിക്കുന്ന ചെറിയൊരു തിടുക്കം കാരണം നഷ്ടപ്പെടുത്താറുണ്ട്. ഒരുപക്ഷെ ഒരു വലിയ നഷ്ടങ്ങൾ നിങ്ങളുടെ ഉറക്കം കെടുത്താറുണ്ട്. എങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ 99% ട്രേഡർമാരും ചെയ്യുന്ന അതേ വലിയ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ ഒരു ശീലം നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ട് പൂർണ്ണമായും വൈപ്പ് ഔട്ട് ചെയ്യാൻ ഒരു സാധ്യതയുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെ പോലും ഇത് സാരമായിട്ട് ബാധിച്ചേക്കാം. എന്നാൽ ഇത് സിമ്പിൾ ആയിട്ട് ഒഴിവാക്കാൻ ഒരു മാർഗമുണ്ട്. അതെന്താണ്? എങ്ങനെ ഒരു പ്രൊഫഷണൽ ട്രേഡറെ പോലെ ചിന്തിക്കാൻ കഴിയും? ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ട്രേഡിംഗ് യാത്രയിൽ ഒരു ടേണിംഗ് പോയിന്റ് ആകാൻ പോകുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. എന്തുകൊണ്ടാണ് ഇത്രയധികം പേര് ഇതേ തെറ്റ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്? കാരണം വളരെ സിമ്പിൾ ആണ്. നമ്മുടെ എല്ലാം മനസ്സ് എപ്പോഴും തേടുന്നത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. അതായത് പെട്ടെന്നുള്ള സംതൃപ്തി. ഒരു പ്രൈസ് ഒരു ലെവലിൽ എത്തുമ്പോൾ നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയും, അയ്യോ പ്രൈസ് ഇവിടെ എത്തി, ഇപ്പൊ എൻട്രി എടുത്തില്ലെങ്കിൽ ഈ ഒരു വലിയ അവസരം നിങ്ങൾക്ക് മിസ്സാകും. ഇത് വെറും ഒരു 5 സെക്കൻഡ് ഫോമോ അഥവാ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ആണ്. ഈ ഒരു ഫോമോയുടെ പുറത്ത് നിങ്ങൾ ഒരു ചിന്തയുമില്ലാതെ ഒരു മാർക്കറ്റ് ഓർഡർ ഇടുന്നു. അപ്പോൾ തന്നെ സ്പ്രെഡ് കഴിഞ്ഞ് പ്രൈസ് 2-3 പോയിന്റ് താഴേക്ക് വീഴുന്നു. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് 2% താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഹിറ്റ് ആകുന്നു. അപ്പോ എങ്ങനെയുണ്ട് പരിപാടി? ഇതേസമയം വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേയേഴ്സ്, അതായത് വൻകിട സ്ഥാപനങ്ങൾ ഇതേ ലെവലിൽ കാത്തിരിക്കുന്നത് അവർക്ക് വലിയ അളവിൽ ലിക്വിഡിറ്റി ആവശ്യമാണ്. അതുകൊണ്ട് അവർ ആ ഒരു പ്രൈസിനെ ഒരു 20 പോയിന്റ് താഴേക്ക് സ്പൂഫ് ചെയ്ത് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസുകൾ ഹിറ്റ് ചെയ്യിപ്പിക്കും. അതിലൂടെ കിട്ടുന്ന ലിക്വിഡിറ്റി ഉപയോഗിച്ച് അവർ തങ്ങളുടെ ഓർഡറുകൾ ഫില്ല് ചെയ്തതിനു ശേഷം പ്രൈസ് തിരികെ മുകളിലേക്ക് കൊണ്ടുപോകും. ഇങ്ങനെ ഒരു ദിവസം 3-4 സിഗ്നലുകൾ നഷ്ടമായാൽ മതി നിങ്ങൾ ഒരാഴ്ച കഷ്ടപ്പെട്ടുണ്ടാക്കിയ 5 ഡേ വിന്നിംഗ് സ്ട്രീക്ക് ഒറ്റ ദിവസം കൊണ്ട് വൈപ്പ് ഔട്ട് ആവും. ഇതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് എഫക്ട് എന്ന് പറയുന്നത്. 10% ക്യാപിറ്റൽ ഒരു നിമിഷം കൊണ്ട് തന്നെ നഷ്ടപ്പെടും. നിങ്ങളുടെ കോൺഫിഡൻസ് തകരുന്നു. പിന്നെ തുടർന്ന് റിവഞ്ച് ട്രേഡ്, ഓവർ ട്രേഡ്, ഒടുവിൽ അക്കൗണ്ട് പൂർണ്ണമായിട്ടും കാലിയാണ്. ഇത് കേൾക്കുമ്പോൾ ഒരു പേടി തോന്നുന്നുണ്ടോ? എങ്കിൽ ഇതാണ് മിക്ക റീറ്റെയിൽ ട്രേഡർമാരുടെയും റിയൽ ലൈഫ് അനുഭവം. എന്തുകൊണ്ടാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ ആദ്യത്തെ ടച്ചിൽ തന്നെ മിക്കപ്പോഴും ഫെയിൽ ആകുന്നത്? ഇതിന് ചില കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് സ്മാർട്ട് മണി നീഡ്സ് ലിക്വിഡിറ്റി. വലിയ സ്ഥാപനങ്ങൾക്ക്, അതായത് സ്മാർട്ട് മണിക്ക് വലിയ അളവിൽ ഓർഡറുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ ലിക്വിഡിറ്റി ആവശ്യമാണ്. ഈ ലിക്വിഡിറ്റിക്ക് അവർക്കുള്ള ഫ്യൂവൽ നമ്മളെ പോലെയുള്ള റീറ്റെയിൽ ട്രേഡർമാർ ചെയ്യുന്ന ഇൻസ്റ്റന്റ് ബൈ ആൻഡ് സെൽ ഓർഡറുകളാണ്. നമ്മൾ ഒരു ലെവലിൽ പെട്ടെന്ന് എൻ്റർ ചെയ്യുമ്പോൾ അതൊരു വലിയ ട്രേഡുകൾക്ക് ആവശ്യമായിട്ടുള്ള ലിക്വിഡിറ്റി ഇപ്പോൾ ഉണ്ടാക്കുന്നു. അവർക്ക് വലിയൊരു പൊസിഷൻ എടുക്കണമെങ്കിൽ അത് ആരെങ്കിലും വിൽക്കാനോ അല്ലെങ്കിൽ വിൽക്കാൻ ആരെങ്കിലും വാങ്ങാനോ തയ്യാറാണ്. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഓർഡറുകളാണ് അവർക്ക് ഈ ഒരു ലിക്വിഡിറ്റി നൽകുന്നത്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒരു ലൈൻ അല്ല, ഒരു സോണാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. നമ്മളിൽ എപ്പോഴും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് വരയ്ക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ലൈൻ അല്ല, സോണാണ്. നമ്മുടെ നാട്ടിലെ റോഡുകളിലൊക്കെ റോഡ് പണി നടക്കുന്നു എന്നുള്ള ഒരു ബോർഡൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പ്രൈസ് ആ ഒരു സോണിൽ കയറിയാൽ അവിടെ കുറച്ചു നേരം ഒരു കൺസോൾട്ടേറ്റ് ചെയ്യും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മൂവ്മെന്റ്സ് ഒക്കെ കാണിക്കും. ഈ ഒരു പണി കഴിയുമ്പോൾ മാത്രമേ ഈ ഒരു പ്രൈസ് ഒരു ദിശയിലേക്ക് നീങ്ങുകയുള്ളൂ. ഈ ഒരു സോണിന്റെ വ്യാപ്തി മനസ്സിലാക്കാതെ ലൈനിൽ തൊട്ടയുടൻ നമ്മൾ ട്രേഡ് ചെയ്താൽ ട്രാഫിക് പെടാൻ സാധ്യത. രണ്ടാമത്തേത് ഒരു ടൈം ഫ്രെയിം മിസ്മാച്ച് ആണ്. നിങ്ങൾ ഒരു 5 മിനിറ്റ് ചാർട്ടിൽ ഒരു എൻട്രി കാണുമ്പോൾ പക്ഷേ ഒരു ഡെയിലി ചാർട്ടിൽ അതൊരു സാധാരണ പുൾ ബാക്ക് മാത്രമായി. വലിയ ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യുന്ന ശക്തരായിട്ടുള്ള സെല്ലേഴ്സ് അല്ലെങ്കിൽ ബയേഴ്സ് ഒരു ചെറിയ ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യുന്ന നിങ്ങളെ ഒറ്റയടിക്ക് നിങ്ങളുടെ ചെറിയ സ്റ്റോപ്പ് ലോസുകൾക്ക് അവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. വലിയ ചിത്രത്തെ നമ്മൾ അവഗണിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു വലിയ മിസ്റ്റേക്ക് ആണ്. അടുത്തത് സ്റ്റോപ്പ് ലോസ് ക്ലസ്റ്ററിംഗ് എന്നുള്ളതാണ്. ബ്രോക്കർമാർക്ക് നിങ്ങളുടെ ഓർഡർ ബുക്ക് കാണാൻ സാധിക്കും. അവർക്ക് എവിടെയെല്ലാം സ്റ്റോപ്പ് ലോസുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഒരു പ്രത്യേക ലെവലിൽ ഒരുപാട് ഷോർട്ട് പൊസിഷനുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യിക്കുന്നത് അവർക്ക് ഈസി ലിക്വിഡിറ്റി നേടാനുള്ള വഴിയാണ്. ഇത് വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് അവരുടെ പൊസിഷനുകൾ എളുപ്പത്തിൽ മാനേജ് ചെയ്യാൻ സഹായിക്കും. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അവർക്കൊരു ടാർഗറ്റ് മാത്രമാണ്. ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റി 50യുടെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു കണ്ടിന്യൂസ് ആയിട്ട് റെഡ് ക്യാൻഡിൽ വരുന്നത് കാണാം. 20 സെക്കൻഡ് തൊട്ട് 22-ാം തീയതി തൊട്ട് ആ ഒരു റെഡ് ക്യാൻഡിൽ കണ്ടിന്യൂസ് ആയിട്ട് താഴേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് 15 മിനിറ്റിന്റെ ക്യാൻഡിലാണ്. ഏതാണ്ട് ഒരു 11-11:30 കൂടി തന്നെ ഒരു ക്യാൻഡിൽ, ഒരു റിവേഴ്സൽ ക്യാൻഡിൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. ആദ്യം കാണുന്ന ഒരു ഗ്രീൻ ക്യാൻഡിൽ അതൊരു റിവേഴ്സൽ പ്രോബബിലിറ്റി ആണ് നമുക്ക് കാണിക്കുന്നത്. ഹാമർ പാറ്റേൺ ആണ്. ഹാമർ പാറ്റേണിനെ നമ്മൾ ബേസിക്കലി പറയുന്നത് ഒരു റിവേഴ്സൽ പാറ്റേൺ ആയിട്ടാണ് പറയുന്നത്. അപ്പൊ അവിടെ ഒരു റിവേഴ്സൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ആ ഒരു റിവേഴ്സൽ കണ്ട ഉടനെ നമ്മൾ നെക്സ്റ്റ് ക്യാൻഡിൽ, ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ക്യാൻഡിലിന്റെ സ്റ്റാർട്ടിംഗിൽ തന്നെ നമ്മൾ എൻട്രി എടുക്കും. എന്നിട്ട് അതിന് മുമ്പത്തെ നമ്മൾ കണ്ട ഒരു ഹാമർ പാറ്റേണിന്റെ താഴെ ഒരു സ്റ്റോപ്പ് ലോസും വെക്കും. ഇതാണ് സാധാരണഗതിയിൽ വെക്കാറ്. ഇത് തന്നെ ഞാൻ വളരെ കൂടുതലാണ് സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത്. അവിടെ നമുക്ക് എൻട്രി കിട്ടില്ല. ഞാനിപ്പോ കാണിച്ചെടുത്ത് ഇതിനൊക്കെ കുറച്ചുകൂടെ മുകളിലായിരിക്കും നമുക്ക് എൻട്രി കിട്ടുക. നോർമൽ കേസിൽ അവർ എൻട്രി എന്ന് ഞാൻ എഴുതിയെങ്കിലും കുറച്ചും കൂടെ മുകളിലാണ് സാധാരണഗതിയിൽ നമുക്ക് എൻട്രി കിട്ടുക. അപ്പൊ ആ എൻട്രി അതുപോലെ തന്നെ ആ ഒരു സ്റ്റോപ്പ് ലോസ് നമുക്ക് കാണാൻ പറ്റും വളരെ നിയർ ബൈ ആയിട്ടാണ്. അപ്പൊ നെക്സ്റ്റ് ക്യാൻഡിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് ഇവിടെ ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ ഹാമർ പാറ്റേണിൽ ഒരുപാട് താഴെ വന്നിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, റിവേഴ്സൽ പോയിരിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അങ്ങനെ ഒരു എൻട്രി നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹാമർ കണ്ട ഉടനെ നമ്മൾ
എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന എൻട്രി ഉറപ്പായിട്ടും ഫെയിൽ ആവും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ എൻട്രി പോയിന്റിൽ നിന്ന് നമ്മൾ വെക്കുന്ന സ്റ്റോപ്പ് ലോസ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഹിറ്റ് ആവും, നെക്സ്റ്റ് ക്യാൻഡിലിൽ തന്നെ ഹിറ്റ് ആവും. എന്തുകൊണ്ടാണ് ആ ഹിറ്റ് ആവുന്നത്? ഇവിടെയാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഒരു സ്മാർട്ട് മണി അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് വരിക. അവരവിടെ ഒരു വലിയ സെല്ലിംഗ് കൊടുക്കും. അവർ സെല്ലിംഗ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഡ്രോപ്പ് ആവും. ആ ഒരു പ്രൈസ് ഡ്രോപ്പ് ആവുന്ന സമയത്ത് ഏതാണ്ട് താഴെ എത്തിക്കഴിയുമ്പോൾ എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകുന്ന ആ ഒരു സ്ഥലത്ത് അവർ ബൈ ചെയ്യും. പിന്നീട് ഒരു പറക്കലാണ്. ആ ഒരു എൻട്രി നമുക്ക് കാണാൻ പറ്റും. ഞാനതൊരു 5 മിനിറ്റിലേക്ക് എടുത്തിട്ടാണ് ഞാനത് കാണിച്ചിരിക്കുന്നത്. അതിന്റെ താഴെയാണ് ആ പ്രോ ട്രേഡറുടെ എൻട്രി വരുന്നത്. അപ്പൊ ആ ഒരു എൻട്രിയിൽ എന്താ സംഭവിക്കുക? നല്ല ഒരു കറക്റ്റ് ലോവർ സൈഡിൽ നമുക്കൊരു എൻട്രി കിട്ടും. ആ എൻട്രിയിൽ നിന്ന് പ്രോ ട്രേഡർക്ക് ഒരു നല്ല പ്രോഫിറ്റ്, അതും വലിയൊരു പ്രൈസ് റിസ്ക് റിവാർഡ് കിട്ടും. ഒരു 1:4 1:5 ആ റേഞ്ചിലുള്ള റിസ്ക് റിവാർഡ് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു എൻട്രിയാണ് അവിടെ കിട്ടുക. ആ ഒരു പ്രോ ട്രേഡർക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ നിങ്ങൾക്ക് കൂടെ മനസ്സിലാവും. വളരെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് പ്രോ ട്രേഡർക്ക് അവിടെ കിട്ടുന്നത്. നമ്മളും അതേ ലെവലിൽ ആ ഒരു സ്റ്റൈലിൽ അവിടെ എൻട്രി എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു നല്ലൊരു പ്രോഫിറ്റ് അവിടെ നിന്ന് എടുക്കാൻ കഴിയും. എത്ര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഇതേ കഥ ഓരോ എക്സ്പയറി ദിവസവും വീണ്ടും വീണ്ടും ആവർത്തിക്കും. ഇത് കേൾക്കുമ്പോൾ സ്വന്തം അനുഭവം നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് അറിയിക്കുക. ഏത് സ്റ്റോക്കിലാണ് നിങ്ങൾക്ക് ആ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത്? അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മാർഗമാണ് ഇവിടെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ദ 3 സ്റ്റെപ്പ് വെയിറ്റ് കൺഫേം എൻഡർ ചെക്ക് ലിസ്റ്റ്. ഈ പ്രശ്നങ്ങൾക്ക് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ്. അതായത് ഈ ഒരു 3 സ്റ്റെപ്പ് വെയിറ്റ് കൺഫേം എൻഡർ ചെക്ക് ലിസ്റ്റ് നിങ്ങളുടെ ട്രേഡിംഗിൽ അച്ചടക്കം കൊണ്ടുവരും, നല്ല പ്രോഫിറ്റും കൊണ്ടുവരും. അതിൽ ഒന്നാമത്തേത് പ്രീ മാർക്ക് യുവർ ലെവൽസ് പ്രീവിയസ് ഡേ ഇറ്റ്സെൽഫ് എന്നുള്ളതാണ്. ട്രേഡ് ചെയ്യുന്നതിന് തലേ ദിവസം തന്നെ നിങ്ങളുടെ പ്രധാനപ്പെട്ട സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോണുകൾ മാർക്ക് ചെയ്ത് വെക്കുക. ട്രേഡിംഗ് വ്യൂ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഹൊറിസോണ്ടൽ ലൈൻ ഉപയോഗിച്ച് ഇത് ചെയ്യാവുന്നതാണ്. റെസിസ്റ്റൻസിന്റെ ചുവപ്പ് നിറവും സപ്പോർട്ടിന് പച്ച നിറവും ഒക്കെ നൽകുക. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ഈസി ആയിട്ട് മാർക്കിങ്ങുകൾ ചെയ്തു വെക്കുക. അതിന് മുകളിലായിട്ട് ഒരു 15-20 പോയിന്റ് ഒരു ബഫർ കൊടുത്ത് ഒരു ലൈറ്റർ ഷെയ്ഡ് മറ്റൊരു ലൈൻ വരയ്ക്കുക. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ആ പ്രൈസ് ആ ഒരു ലെവലിൽ എത്തുമ്പോൾ നമുക്കൊരു അലേർട്ട് കിട്ടാൻ വേണ്ടിയാണ്. ബേസിക്കലി ഇതൊരു സോണാണ് എന്നുള്ളതാണ് ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഇതൊരു ലൈനായിട്ടോ അല്ലെങ്കിൽ ഒരു സോൺ ആയിട്ട് ഇങ്ങനെ ഒരു റെക്ടാങ്കുലർ ബോക്സ് വെച്ചിട്ടോ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ ആ അലേർട്ട് ആ ഒരു സോണിൽ എത്തി എന്ന് ലഭിക്കുമ്പോൾ ഇത് നിങ്ങളെ മെന്റലി പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കും. ആ ഒരു തിടുക്കം ഒഴിവാക്കാൻ നിങ്ങൾക്ക് ഏറെ പ്രയോജനം. രണ്ടാമതായിട്ട് യൂസ് എ കൺഫർമേഷൻ ഫിൽറ്റർ. ലെവലിൽ എത്തിയത് കൊണ്ട് മാത്രം ട്രേഡ് എടുക്കരുത്, ഒരു കൺഫർമേഷൻ ആയിട്ട് കാത്തിരിക്കുക. എന്റെ ഫേവറേറ്റ് കൺഫർമേഷൻ മെത്തേഡ് ബേസിക്കലി ഇതാണ്. 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. സപ്പോർട്ടിൽ നിന്ന് ബൗൺസ് ചെയ്യുകയാണെങ്കിൽ RSI 40ക്ക് മുകളിൽ ഒരു റിവേഴ്സൽ കാണിക്കണം. റെസിസ്റ്റൻസിൽ നിന്ന് താഴേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ RSI 60ക്ക് താഴെ ഒരു റിവേഴ്സൽ കാണിക്കണം. ഈ ഒരു കാൻഡിൽ ക്ലോസിംഗ് വളരെ പ്രധാനമാണ്. ഒരു കാൻഡിൽ ക്ലോസ് ചെയ്യാതെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ആ ഒരു നിയമത്തിന് എഗനിസ്റ്റ് ആയിട്ടാണ് അത് മൂവ് ചെയ്യുന്നത്. എന്റെ നിയമപ്രകാരം നോ ക്ലോസ് നോ ട്രേഡ്. ഇത് നിങ്ങളെ ഫാൾ സിഗ്നലിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെയേറെ സഹായിക്കും. മൂന്നാമതായിട്ട് എൻഡർ ഓൺ റീടെസ്റ്റ് നോട്ട് ഓൺ ഫസ്റ്റ് ബൈ. പ്രൈസ് ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ഒരു 10-15 പോയിന്റ് മുന്നോട്ട് പോയാൽ ഉടൻ തന്നെ അതിനെ ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. പ്രൈസ് തിരികെ വന്ന് ആ ലെവലിൽ ഒരു റീടെസ്റ്റ് നടത്തിയ ശേഷം ആ ഒരു സോണിന്റെ 5 പോയിന്റിനുള്ളിൽ ഒരു ലിമിറ്റ് ഓർഡർ വെച്ച് എൻട്രി എടുക്കുക. സ്റ്റോപ്പ് ലോസ് ആ സോണിന്റെ 180 ആവറേജ് ട്രെൻഡ് റേഞ്ചിന്റെ താഴെയോ മുകളിലോ ആയിട്ട് വയ്ക്കുക. ടാർഗറ്റ് 2 ATR വയ്ക്കുക. ഇത് നിങ്ങൾക്ക് മിനിമം ഒരു 1:2.5 റിസ്ക് റിവാർഡ് ഉറപ്പു നൽകും. എപ്പോഴും ഓർക്കുക, പേഷ്യന്റ് ആയിട്ട് കാത്തിരുന്നാൽ നല്ല എൻട്രി പോയിന്റുകൾ ലഭിക്കും. നമ്മൾ ചാടി കയറി ചില ട്രേഡുകൾ എടുക്കുന്നതൊക്കെ തീർച്ചയായിട്ടും അബദ്ധങ്ങളായി മാറുകയും. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ചാർട്ടാണ്. ബാങ്ക് നിഫ്റ്റിയിൽ മുമ്പ് നിഫ്റ്റി 50യുടെ എക്സാമ്പിൾ കാണിച്ച അതേപോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ എക്സാമ്പിൾ ഇവിടെ വരുന്നത്. നമ്മുടെ പ്രോ ട്രേഡറുടെ എൻട്രി അവിടെ വളരെ താഴെയാണ്. ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ എൻട്രി എടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള എൻട്രി കിട്ടുള്ളൂ. റോങ് ആയിട്ടുള്ള എൻട്രിയാണ് നമ്മൾ മുകളിൽ കാണിച്ചിരിക്കുന്നത്. എല്ലാ റീറ്റെയിൽ ട്രേഡേഴ്സും എടുക്കുന്ന എൻട്രി കാണിച്ചു. അതുപോലെ തന്നെ പ്രോ ട്രേഡറുടെ എൻട്രിയാണ് രണ്ടാമത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ പ്രോ ട്രേഡറുടെ ആ എൻട്രി നമുക്ക് കൃത്യമായിട്ട് ക്യാച്ച് ചെയ്ത് അവരെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. അത്തരത്തിലുള്ള എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ട്രൈ ചെയ്യുക. പ്രോ ട്രേഡർ എവിടെയാണ് ട്രേഡ് ചെയ്യുന്നത് അവരുടെ എൻട്രി നമ്മൾ കണ്ടെത്തുക, അവിടെ നമ്മൾ എൻട്രി എടുക്കുക. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് എൻട്രി. അവർക്ക് വലിയ നഷ്ടം, എനിക്ക് വലിയ ലാഭം. വ്യത്യാസം എന്തായിരുന്നു? പ്രോപ്പർ കൺഫർമേഷൻ മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഡിഫറൻസ്. ഈ 3 സ്റ്റെപ്പ് ചെക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുവെങ്കിൽ ഒരു നിമിഷം പോലും വൈകാതെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക. നിങ്ങളുടെ സപ്പോർട്ടാണ് കൂടുതൽ മികച്ച കണ്ടന്റ് ഉണ്ടാക്കാനുള്ള പ്രചോദനം. അടുത്ത വീഡിയോയിൽ അഡ്വാൻസ്ഡ് പൊസിഷൻ സൈസിങ്ങിനെ കുറിച്ച് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ ലൈക്കുകൾ അതിനുള്ള ഒരു ഗ്രീൻ സിഗ്നലാണ്. അടുത്ത സെക്ഷനിൽ ഓട്ടോമേറ്റഡ് പേഷ്യൻസ് എന്ന ഒരു ഏരിയയെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പേഷ്യൻസ് എന്നത് ട്രേഡിംഗിൽ ഒരു കലയാണ്. അത് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ എത്ര എളുപ്പമായിരുന്നു. എങ്ങനെയാണ് അത് ചെയ്യാൻ കഴിയുന്നത്?
അതിനെപ്പറ്റിയാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. സെറ്റ് അലേർട്സ് നോട്ട് ഓർഡേഴ്സ്. ട്രേഡിംഗ് വ്യൂവിൽ വൺസ് പെർ ബാർ ക്ലോസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് അലേർട്ട് സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രം നിങ്ങൾ സ്ക്രീനിലേക്ക് വന്നാൽ മതിയാവും. നിങ്ങൾക്ക് അനാവശ്യമായിട്ട് ചാർട്ടിൽ നോക്കിയിരിക്കുന്നത് ഒഴിവാക്കാൻ ഇത് വളരെയേറെ നിങ്ങളെ സഹായിക്കും. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയും. നിങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ട്രേഡുകൾ മാത്രം ചെയ്യാൻ നിങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം റെസ്പോണ്ട് ചെയ്യാനാണ് അവിടെ പറയുന്നത്, നിങ്ങൾ അലർട്ട് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ട്രേഡിംഗ് തീരുമാനങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ യൂസ് ബ്രാക്കറ്റ് ഓർഡേഴ്സ്. നിങ്ങളുടെ എൻട്രി, ട്രിഗർ പ്രൈസ്, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് എന്നിവ മുൻകൂട്ടി സെറ്റ് ചെയ്ത് ബ്രാക്കറ്റ് ഓർഡേഴ്സ് ഉപയോഗിക്കും. സെറോദ, അപ്സ്റ്റോക്സ് പോലെയുള്ള ബ്രോക്കർമാർ GTT, ഗുഡ് ടിൽ ടാർഗറ്റ് പോലെയുള്ള ഓപ്ഷനുകൾ നൽകുന്നുണ്ട്. ഇത് യൂസ് ചെയ്താൽ നിങ്ങൾ സ്ക്രീനിൽ നോക്കി വെറുതെ ഇരിക്കേണ്ട ആവശ്യം വരില്ല. ഓർഡർ സെറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിക്കാം. ഇത് മെന്റൽ പ്രഷർ കുറയ്ക്കുകയും അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഒഴിവാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വാക്ക് അവേ റൂൾ. ഒരു ട്രേഡിൽ എൻട്രി എടുത്ത ശേഷം അടുത്ത 15 മിനിറ്റ് ചാർട്ടിൽ നോക്കരുത്. ഒരു ചായ കുടിക്കുക, മുറ്റത്തെ ചെടിക്ക് വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ ചെറിയ വാക്കിന് പോവുക. ഇങ്ങനെ റിവഞ്ച് ട്രേഡ് എടുക്കാനുള്ള സാധ്യത 70% വരെ കുറയ്ക്കാൻ നിങ്ങളുടെ ഈ ഒരു മെന്റൽ സ്ട്രെസ് ഒഴിവാക്കുന്നതിലൂടെ മാറ്റാൻ കഴിയും. ട്രേഡിംഗ് ഒരു മെന്റൽ ഗെയിം കൂടിയാണ്. ചെറിയ ഇടവേളകൾ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. മെയിൻറ്റെയിൻ നോ ട്രേഡ് ജേർണൽ. ലെവൽ ടച്ച് ചെയ്തു, പക്ഷെ നിങ്ങളുടെ കൺഫർമേഷൻ ക്രൈറ്റീരിയ മാച്ച് ആയില്ലെങ്കിൽ നോ ട്രേഡ് എന്ന് നിങ്ങളുടെ ഡയറിയിൽ എഴുതി വെക്കാൻ ധൈര്യം കാണിക്കുക. 30 ദിവസത്തെ സമ്മറി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ 22 ദിവസം പ്രോഫിറ്റബിൾ, 8 ദിവസം നോ ട്രേഡ്, ഇങ്ങനെയുള്ള ഒരു കണക്ക് കിട്ടിയാൽ ഇത് നിങ്ങളുടെ ഒരു നല്ല ട്രേഡിംഗ് മെന്റാലിറ്റിയാണ് എന്ന് കരുതാം. നിങ്ങളുടെ പരമാവധി ഡ്രോ ഡൗൺ ചിലപ്പോൾ 1.2% മാത്രമായിരിക്കും. ഇത് നിങ്ങളുടെ കോൺഫിഡൻസ് വളർത്തുകയും തെറ്റായ ട്രേഡുകളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും. ഒരു നോ ട്രേഡ് എടുക്കുന്നതും ഒരു പ്രോഫിറ്റബിൾ ഡിസിഷൻ ആണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അടുത്തായിട്ട് സൈക്കോളജി ഹാക്ക്. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്, ഫോമോ എന്ന ഭയത്തെ നേരിടാനുള്ള ഏറ്റവും എഫക്റ്റീവ് ട്രിക്കാണിത്. ഈ അവസരം ഞാൻ മിസ് ചെയ്ത അടുത്ത ഒരു 45 മിനിറ്റിനുള്ളിൽ പുതിയ ഓപ്ഷൻ നമുക്ക് ലഭിക്കും എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. നിഫ്റ്റി പോലെയുള്ള ഇൻഡെക്സുകളിൽ ഒരു ദിവസം ശരാശരി 2 to 3 നല്ല സെറ്റപ്പുകൾ ലഭിക്കാറുണ്ട്. നിങ്ങൾ ഒരു ദിവസം ഒരു അവസരം മിസ് ചെയ്താൽ അടുത്തതായിട്ട് കാത്തിരിക്കേണ്ട സമയം പരമാവധി ഒരു 1 hour ആണ്. അപ്പോൾ സ്വയം ചോദിക്കുക, ആ ഒരു 30 മിനിറ്റോ അല്ലെങ്കിൽ 1 hour പേഷ്യന്റ് ആയിട്ട് വെയിറ്റ് ചെയ്യണോ, അതോ എന്റെ ക്യാപിറ്റലിന്റെ 30% ഒറ്റയടിക്ക് നഷ്ടപ്പെടുത്താനാണോ എനിക്ക് താല്പര്യം? നിങ്ങളുടെ തലച്ചോറ് ഈ ചോദ്യം കേട്ട് റീഫ്രെയിം ആകും, അമ്പരക്കും. നിങ്ങളെ നല്ല രീതിയിൽ നടത്താൻ തലച്ചോറ് തന്നെ കൃത്യമായ ആൻസർ പറഞ്ഞു. ശരിയായ തീരുമാനമെടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാൻ നിങ്ങളുടെ ബ്രെയിന് തന്നെ കഴിയും. അപ്പോ അതുപോലെ ഒരു ഫിസിക്കൽ ജസ്റ്റർ ഉപയോഗിക്കുന്നത് വളരെ എഫക്റ്റീവ് ആണ്. എന്റെ ഒരു ഫ്രണ്ട് അദ്ദേഹത്തിന്റെ ട്രേഡിംഗ് റൂമിൽ ഒരു ചെറിയ ചുവന്ന കല്ല് വെച്ചിട്ടുണ്ട്. ഓരോ ട്രേഡ് എടുക്കുന്നതിന് മുമ്പും അയാൾ ആ ഒരു കല്ലിൽ തൊടുകയും ഈ ഒരു 2 സെക്കൻഡ് ടാക്ടിക്കൽ ഫീഡ്ബാക്ക് നമ്മുടെ തലച്ചോറിനെ ശാന്തമാക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ഇത് നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. നിങ്ങൾക്കും ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നിങ്ങളുടെ സ്വന്തം ജസ്റ്റർ കണ്ടെത്തുക. അതൊരു പേനയിൽ തൊടുന്നതോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വാക്ക് മനസ്സിൽ പറയുന്നതോ ആണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ മെന്റൽ സ്ട്രെങ്ത് കൂട്ടുകയും ട്രേഡിംഗിൽ കൺട്രോൾ ലഭിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും. റിസ്ക് മാപ്പ്. ട്രേഡിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ക്യാപിറ്റൽ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനായിട്ട് ഓരോ ട്രേഡിലും നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റലിന്റെ 1% മാത്രം റിസ്ക് ചെയ്യുക. ഉദാഹരണത്തിന് നിങ്ങൾക്ക് 1 ലക്ഷം രൂപയുടെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഓരോ ട്രേഡിംഗിലും നിങ്ങളുടെ പരമാവധി നഷ്ടം 1000 രൂപയിൽ കൂടരുത്. അപ്പോൾ നമ്മൾ പഠിച്ച കൺഫർമേഷൻ രീതികൾ ഉപയോഗിച്ച് എൻട്രി എടുത്താൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഒരു 20 പോയിന്റിൽ ഒതുക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്ന പരമാവധി ക്വാണ്ടിറ്റി 1000 രൂപ ഡിവൈഡഡ് ബൈ 20 പോയിന്റ് = 50 ഷെയർസ് ആണ്. അതായത് നിഫ്റ്റിയുടെ ഒരു ലോട്ട് നിലവിലെ സൈസ് അനുസരിച്ച് ഇത് നിങ്ങളുടെ റിസ്ക് എപ്പോഴും 1% ഒതുക്കി നിർത്തും. നിങ്ങളുടെ ക്യാപിറ്റൽ സംരക്ഷിക്കാനും സുരക്ഷിതമായിട്ട് കോമ്പൗണ്ടിങ്ങിന്റെ ഗുണം നേടാനും തീർച്ചയായിട്ടും ഇത് നിങ്ങളെ സഹായിക്കും. തുടർച്ചയായിട്ട് 10 ട്രേഡുകൾ നഷ്ടപ്പെട്ടാൽ പോലും നിങ്ങളുടെ ഡ്രോ ഡൗൺ ഏകദേശം 9.5% മാത്രമായിരിക്കും. ഈ അവസ്ഥയിലും നിങ്ങൾക്ക് ശ്വാസം എടുക്കാൻ കഴിയും. ധൈര്യത്തോടെ അടുത്ത ട്രേഡിന് തയ്യാറാകാൻ കഴിയും. എന്നാൽ ഒറ്റ ട്രേഡിൽ 10% നഷ്ടപ്പെടുത്തിയാൽ നിങ്ങളുടെ മാനസികാവസ്ഥയും അക്കൗണ്ടിൽ ഉണ്ടാകുന്ന ആ ഒരു ദോഷവും വളരെ വലുതായിരിക്കും. റിസ്ക് മാനേജ്മെന്റ് എന്നത് ലാഭമുണ്ടാക്കുന്നതിനേക്കാൾ നഷ്ടത്തിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ഷീൽഡാണ്. ഈ ഒരു സ്റ്റെപ്പ് ചെക്ക് ലിസ്റ്റ് നിങ്ങൾക്ക് PDF രൂപത്തിൽ വേണമെങ്കിൽ ഈ വീഡിയോയുടെ കമന്റിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അത് ഞാൻ ആ ഒരു ലൈവിന്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അടുത്ത ആഴ്ച ഓപ്ഷൻ സെല്ലിംഗിലെ പ്രാക്ടിക്കൽ സ്ട്രാറ്റജിയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടും. അതുകൊണ്ട് ആ ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി വെച്ചേക്കാം. അപ്പൊ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. സംഗതി വളരെ സിമ്പിൾ ആണ്. ഒരു ലെവൽ ടച്ച് ചെയ്ത ഉടൻ ധൃതിപ്പെട്ട് ട്രേഡിലേക്ക് ഓടരുത്. ക്ഷമയോടെ കാത്തിരിക്കുക, കൺഫർമേഷൻ നേടുക, എന്നിട്ട് മാത്രം എൻട്രി എടുക്കുക. 99% ട്രേഡർമാരും ഒരു അച്ചടക്കമില്ലാത്തത് കൊണ്ടാണ് പണം നഷ്ടം. നിങ്ങൾ ഇന്നു മുതൽ ഈ ശീലം മാറ്റിയാൽ അടുത്ത എക്സ്പയറി വരെ നിങ്ങളുടെ ഇക്വിറ്റി കർവ് ഒരു പക്ഷേ ഫ്ലാറ്റ് ആയിരിക്കും. പക്ഷേ അത് പതുക്കെ പതുക്കെ മുകളിലേക്ക് കൺസിസ്റ്റന്റ്ലി ഗ്രോ ചെയ്യുന്നത് കാണാൻ കഴിയും. ട്രേഡിംഗിൽ സർവൈവൽ എന്നാൽ പേഷ്യൻസ് മാത്രമാണ്. ഒരു ട്രേഡിംഗ് അവസരം മിസ് ചെയ്താൽ ക്യാപിറ്റൽ ഒരിക്കൽ പോയാൽ അത് തിരിച്ചു വരാൻ ഒരുപാട് ആഴ്ചകൾ. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് കരിയർ ആശംസിക്കുന്നു. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്.
പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.